വാക്കുതർക്കങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇരയാകുന്ന വേദിയാണല്ലോ നിയമസഭ. ഇത്തവണയും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല. നിയമസഭയിൽ കൊണ്ടും കൊടുത്തും പോരടിക്കാനെത്തിയത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഒപ്പം മട്ടന്നൂർ എം.എൽ.എ. കെ ശൈലജയുമായിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് സംബന്ധിച്ച് നിയമസഭയിൽ നടന്ന പൊതുചർച്ചയിലാണ് ഇരുവരും പരസ്പരം കീരിയും പാമ്പുമായത്. കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്ന ഈ വികസന തുടർച്ചയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ LDF സർക്കാരിന് വികസന തുടർച്ചയുണ്ടാകുമെന്നുമാണ് കെ ശൈലജ തുടക്കമിട്ടത്. ഇനി അഥവാ നിങ്ങൾക്ക് ഭരണം കിട്ടിയാൽ തന്നെ എങ്ങനെ ഭരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയാകേണ്ട എന്നായിരുന്നു ശൈലജയുടെ പരിഹാസം. വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറയും പോലെയായിരുന്നു വി.ഡി. സതീശന്റെ മറുപടി. മുഖ്യമന്ത്രി കസേരയ്ക്കായി പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ ആളല്ലേ കെ ശൈലജ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. ഞങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി യാതൊരു തർക്കവുമില്ലെന്നും ഞങ്ങൾ ഒറ്റക്കെട്ടായാണ് പോകുന്നതെന്നും സതീശൻ പറഞ്ഞു. ശൈലജ ടീച്ചർക്ക് നല്ല വിഷമം കാണും. കാരണം PR ടീമിനെയൊക്കെ വെച്ച് മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങിയതാണല്ലോ. അത് വിജയിച്ചിരുന്നെങ്കിൽ പുറകിലെ ബെഞ്ചിൽ ഇരിക്കാതെ ട്രഷറി ബെഞ്ചിൽ ഇരിക്കാനാകുമായിരുന്നു. അതിന്റെ വിഷമത്തിൽ ഞങ്ങളുടെ ദേഹത്തേക്ക് കയറരുതെന്നായിരുന്നു വി.ഡി. സതീശന്റെ ഓർമ്മപ്പെടുത്തൽ. കോൺഗ്രസ് പോലെ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ അപജയമാണിതെന്നാണ് കെ ശൈലജ കുറ്റപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രി കസേരയൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യമല്ലേ? ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളല്ലേ ആദ്യം ചർച്ച ചെയ്യേണ്ടതെന്നും ശൈലജ ചോദിച്ചു. അതിനിടെ ശൈലജയെ കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്തെത്തിയിരുന്നു. കിഫ്ബിയെ കുറിച്ചുള്ള വിമർശനങ്ങൾക്കെതിരെയാണ് വി.ഡി. സതീശനെതിരെ മുഖ്യമന്ത്രി തുറന്നടിച്ചത്. നാടിനെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം വിഷയത്തിൽ നടത്തുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് കിഫ്ബി കടമെടുക്കുന്നതെന്നും പിണറായി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ വാഹന നികുതിയുടെ 50% പെട്രോളിയം സെസ്സും കിഫ്ബിക്ക് ഗ്രാന്റായി നൽകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതുകൂടാതെ കിഫ്ബി സ്വന്തം നിലയിൽ എടുക്കുന്ന ലോണുകൾ കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണ്. കിഫ്ബിക്ക് ഗ്രാന്റ് ഇനത്തിൽ ഇതുവരെ നൽകിയ 20,000 കോടിക്ക് പുറമെ ചെലവഴിച്ച 13,100 കോടി രൂപ പൂർണ്ണമായും കിഫ്ബി കണ്ടെത്തിയതാണെന്നും അത് കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണെന്ന് ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷം ഓർക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടയ്ക്കുന്നതിനുള്ള സാധ്യത തെളിയുമെന്നാണ് പ്രതീക്ഷ. അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനാകും. കിഫ്ബി കൃത്യമായും സമയബന്ധിതമായും വായ്പകൾ തിരിച്ചടയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് കിഫ്ബിക്ക് മികച്ച ക്രെഡിറ്റ് റേറ്റിംഗ് നിലനിർത്താൻ സാധിക്കുന്നതും ധനകാര്യ സ്ഥാപനങ്ങൾ കിഫ്ബിക്ക് വായ്പകൾ നൽകാൻ സന്നദ്ധമായി വരുന്നതെന്നും പിണറായി ഓർമ്മപ്പെടുത്തി. അർദ്ധസത്യങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും കൊണ്ട് എത്രയൊക്കെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും കിഫ്ബി അതിന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു.